ഇറക്കാ, നീ ഇതെന്ത്, നിന്റെ ഉദ്ദേശം എന്തുവാ? നീ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുവാന്നോ? അല്ലേ, വന്നിട്ട് ഇപ്പം 8 മാസമാവുന്നു. അവള് പെറുവെന്നും പറഞ്ഞിങ്ങനെ ജോലിയും കളഞ്ഞ് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇറക്കാ? നീ നിന്റെ ജോലി കളയാതെ കയറി പോവാൻ നോക്കട ഇറക്കാ. അവളെ മച്ചിയാ, അല്ലാതെ അത് കൊച്ചുണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എത്ര 1000 രൂപയായി എൻ്റെ ഭഗവാനെ, ആശുപത്രി കൊടുത്തു മുടിഞ്ഞ്. അമ്മയുടെ കാര്യം നോക്കൂ. ഒന്നാമത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ട്. ഇനി അമ്മ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ടെൻഷൻ ആക്കല്ലേ. അയ്യോടാ, ഞാൻ ടെൻഷൻ ആക്കുന്നില്ല. നീ ആശുപത്രി കൊടുക്കുന്ന കാശും നിന്റെ ജോലിയും പോകുന്ന കണ്ട സങ്കടത്തിലങ്ങ് പറഞ്ഞതാടാ. എന്തേലും പറയുമ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോയാൽ മതിയല്ലോ. ചെല്ല്, അവളിപ്പോൾ പെറുവെന്ന് നോക്കി നടക്കിയ ഇങ്ങനൊരു പെങ്കോന്തൻ. നീ വിഷമിക്കാതെ ഇങ്ങനെ. അമ്മ വയസ്സായ ആളല്ലേടി, അതുകൊണ്ട് ഓരോന്നൊക്കെ പറയുന്നത്. നീ അതൊന്നും കാര്യമാക്കണ്ട. നോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. ഇപ്പം വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8 മാസം കഴിഞ്ഞ് ഇനി ഇങ്ങനെ നിന്ന് വെറുതെ ജോലിയിൽ ഇഷ്യൂ ഉണ്ടാക്കണ്ട. ഏതായാലും ഈ 16-ാം തീയതി എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അതും ഒന്നും നടന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പം നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാം. ഇപ്പം പോയി ജോലിക്ക് കയറാൻ നോക്ക്. ശരി. എന്താ ലക്ഷ്മി ഇത്രയും വൈകിയത് കാണിക്കാൻ വേണ്ടിയിട്ട്? എനിവേ കൺഗ്രാജുലേഷൻസ്, യു ആർ 5 months pregnant. ഡോക്ടർ, ഇപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല. ഡോക്ടർ, ഇത് അബോർഷൻ ചെയ്യാൻ പറ്റുമോ? എന്ത് പൊട്ടത്തിലാണ് കുട്ടി പറയുന്നത്? ഒന്നാമതൊരു കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ കൂട്ടു നിൽക്കത്തില്ല. മാത്രമല്ല ഇപ്പോൾ 5 months pregnant ആയി. അപ്പം ഞാനെന്നല്ല മറ്റൊരു ഹോസ്പിറ്റലും ഇത് ചെയ്തു തരത്തില്ല. അത് നിൻ്റെ ഹെൽത്തിനെ സാരമായി ബാധിക്കും കുട്ടി. എന്തേ, ഹസ്ബൻഡ് വന്നില്ലേ? ഇനി വരുമ്പോൾ ഹസ്ബൻഡിനെ കൂട്ടിയിട്ട് വരണം കേട്ടോ. പിന്നെ തുടക്കത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് ഇനി വേണം ശ്രദ്ധിക്കാൻ. വൈറ്റമിൻസ് കഴിക്കേണ്ട സമയമാണ്. മെഡിസിൻ ഞാൻ എഴുതാം, ഫാർമസി നിർത്താൽ മതി. അപ്പം ശരി, ഓക്കെ, ടേക്ക് കെയർ. ഹലോ കിരൺ, എടാ നീ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. നീ മര്യാദയ്ക്ക് കാര്യം പറ. നമ്മളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. എടാ അർജന്റാ, എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ. എടാ ഞാൻ 5 മാസം ഗർഭിണിയാ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഇതെല്ലാം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഹലോ, എന്തായി മോളെ? എന്താവനമ്മേ? പീരീഡ്സ് ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ചേട്ടൻ വരെ 2 വർഷമെങ്കിലും കഴിയും. എനിക്ക് ചേട്ടൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുമാതിരി കളിയാക്കലും പരിഹാസവും. ശരി അമ്മേ, ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങുക. നീ രാവിലെ തന്നെ ഇതെവിടെ പോയിരുന്നു? അത് ചേച്ചി, എനിക്കാണെങ്കിൽ വയറിനൊരു പ്രശ്നം, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതാ. ഇപ്പം കുറവുണ്ടോ? കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഇന്ന് ഡ്യൂട്ടിക്ക് വരുന്നില്ല? അപ്പം ശരി, നീ റെസ്റ്റ് എടുത്തോ. പിന്നെ ഇന്ന് ഹൗസ് ഓണർ വരുന്ന ദിവസമല്ലേ, നീ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേരേ. ഓക്കെ, ശരി, എന്നാ ടേക്ക് കെയർ. ഇന്ന് 5, 6, 7, 8, 9, 10. അതെ, നീ ഇന്നും ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇന്നില്ല ചേച്ചി. ഇന്നും പോകുന്നില്ലേ? എന്തേ? വയ്യ. വയറുവേദന? നീ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ ഒന്നുകൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോ. ഇതിപ്പോൾ എത്ര നാളായി ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടിക്ക് പോവാതെ. ശരി, എന്നാ താമസിച്ചില്ലേ ചേച്ചി പൊക്കോ.
ഞാൻ നിൽക്കണ്ടല്ലോ. വേണ്ട. ശരിയെങ്കിൽ. എന്താ ലക്ഷ്മി, എന്തു പറ്റി? എന്തു പറ്റാൻ? എനിക്കെന്ത് പറ്റാൻ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? നിങ്ങളെന്താ നോക്കുന്നേ? നിങ്ങളെന്താ അവിടെ നോക്കുന്നേ? അവിടെ എന്തോ ഒരു കുഞ്ഞിന്റെ കരച്ചിലേ. എന്തോ കുഞ്ഞ്? ചേച്ചി, എന്നാലും ഈ കുഞ്ഞിനെ എങ്ങനെ നിനക്ക് കൊല്ലാൻ തോന്നി? നിനക്ക് ഈ കുഞ്ഞിനെ വേണ്ടെങ്കിൽ എനിക്ക് തന്നേരെ, ഞാൻ വളർത്തിക്കൊള്ളാം പൊന്നുപോലെ. ഭഗവാനെ, എത്ര വർഷമായിട്ട് ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടിയില്ല ഈ നടയിൽ വരുന്നു. ഇപ്രാവശ്യമെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. ദീപ, മോളെ മോളെ